രുചികരമായ ഫിഷ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. മോത മീനാണ് ഞാൻ ഫിഷ് ബിരിയാണിക്ക് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. ഇതുപോലെ വലിയ സൈസുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായിൽ 2 സ്പൂൺ ഗീ ഒഴിച്ച ശേഷം ഈ കാണിച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരമണിക്കൂറായി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഒന്ന് ഈ നെയ്യിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത അരിയിലേക്ക് ഈ തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ബിരിയാണി അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവോള ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി വെക്കാം. ഫിഷും നമുക്ക് അതുപോലെ തന്നെ എല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്ത ശേഷം സവോള ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് നന്നായി സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും 2 തക്കാളി ഒന്ന് നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കിയെടുക്കണം. ഈ ഗ്രേവിയിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഫിഷിൽ ഗ്രേവി എല്ലാം നന്നായി പിടിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളമയം വേണം കേട്ടോ. ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലെയറായിട്ട് സവോള വറുത്തതും മല്ലിയിലയും പുതിനയിലയും കാഷ്നട്ട് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് ലെയറായിട്ടൊന്ന് നമുക്ക് മേളിൽ റൈസ് ഇട്ട് കൊടുക്കാം. മേളിൽ സവോള വറുത്തതും മല്ലിയിലയും പുതിനയിലയും എല്ലാം വീണ്ടും വെതറിയ ശേഷം കുറച്ച് നെയ്യും കൂടെ മേളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ രുചികരമായ ഫിഷ് ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു, ബൈ.